In mobile communication, module 2 is wireless networking. First part satellite communication. So, two topics in class cover satellite parameters and satellite configuration. What is satellite communication? In a satellite communication system, two or more stations on or near the earth communicate via one or more satellites that serve as relay stations in space. എർത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന 2 or more സ്റ്റേഷൻസിന് ഒരു സാറ്റലൈറ്റ് ഒന്നോ അതിൽ കൂടുതലോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സാറ്റലൈറ്റ് ഇൻ സ്പേസിൽ ഒരു റിലേ സ്റ്റേഷൻ പോലെ സെർവ് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട് അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ബേസ് ചെയ്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ആൻറ്റിനയാണ്. ട്രാൻസ്മിഷൻ from an earth station to satellite is called uplink, and transmission from the satellite to the earth station is called downlink. Okay, then additional ആയിട്ട് transponder എന്നൊരു കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്ലിങ്ക് സിഗ്നൽസിനെ ഡൗൺലിങ്ക് സിഗ്നൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ കൺവേർഷന് വേണ്ടി സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് ട്രാൻസ്പോണ്ടർ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഡിഫറെൻറ്റ് വേസിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കവറേജ് ഏരിയ. ഒരു സാറ്റലൈറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കവറേജ് ഏരിയ ബേസ് ചെയ്ത് അതിനെ ഗ്ലോബൽ, റീജിയണൽ, നാഷണൽ ടൈപ്സ് ആക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ സർവീസ് ടൈപ്പ്. ഒരു സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ ബേസ് ചെയ്ത് ഫിക്സഡ് സർവീസ് സാറ്റലൈറ്റ്, ബ്രോഡ്കാസ്റ്റ് സർവീസ് സാറ്റലൈറ്റ് ആൻഡ് മൊബൈൽ സർവീസ് സാറ്റലൈറ്റ് ആക്കി അതിനെ കാറ്റഗറൈസ് ചെയ്യാം. തേർഡ് വൺ ജനറൽ യൂസേജ്. സാറ്റലൈറ്റിൻ്റെ യൂസേജ് ബേസ് ചെയ്തിട്ട് കൊമേഴ്സ്യൽ, മിലിറ്ററി, അമേച്ചർ ആൻഡ് എക്സ്പെരിമെൻ്റൽ എന്ന ടൈപ്സിൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ സാറ്റലൈറ്റ് പാരാമീറ്റേഴ്സ്. ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുറേ ഫാക്ടേഴ്സ്, കുറേ പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്യണം. സോ ദീസ് ആർ ദ മെയിൻ സാറ്റലൈറ്റ് പാരാമീറ്റേഴ്സ്: സാറ്റലൈറ്റ് ഓർബിറ്റ്സ്, ഡിസ്റ്റൻസ്, ഫ്രീക്വൻസി ബാൻഡ്സ്, ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ്, സാറ്റലൈറ്റ് ഫുട്പ്രിൻറ്റ്സ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അറ്റനുവേഷൻ. ഫസ്റ്റ് വൺ സാറ്റലൈറ്റ് പാരാമീറ്റർ ഈസ് സാറ്റലൈറ്റ് ഓർബിറ്റ്. സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന പാത്ത്, എർത്തിനെ റൗണ്ട് ചെയ്തുകൊണ്ട് സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന പാത്ത് ആണ് സാറ്റലൈറ്റ് ഓർബിറ്റ്. ഓക്കെ, ഈ ഓർബിറ്റ് സർക്കുലർ ഷേപ്പ് ആയിരിക്കാം, എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കാം. ഓക്കെ, സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ ആ ഓർബിറ്റിൻ്റെ സെൻറ്റർ എന്ന് എർത്ത് സെൻറ്റർ ആയിരിക്കണം. അതല്ല എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് ഓർബിറ്റ് എങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പിന് 2 സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഇതിലൊരു സെൻറ്റർ എർത്ത് സെൻറ്റർ ആയിരിക്കണം. ദെൻ ഓർബിറ്റിൻ്റെ ഷേപ്പ് ഡിസൈൻ ചെയ്തു. നെക്സ്റ്റ് വൺ, ഈ ഓർബിറ്റ് ഏത് പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യണം. സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത് ഇക്വറ്റോറിയൽ റീജിയനിലാണെങ്കിൽ ഇറ്റ് ഈസ് ഇക്വറ്റോറിയൽ ഓർബിറ്റ്. സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത് ത്രൂ സൗത്ത് ആൻഡ് നോർത്ത് പോളാറിലാണെങ്കിൽ ഇറ്റ് ഈസ് പോളാർ ഓർബിറ്റ്. ആൻഡ് അതർ ടൈപ്സ് ഓഫ് ഓർബിറ്റ്സ് ആർ ഇൻക്ലൈൻഡ് ഓർബിറ്റ്സ്. നെക്സ്റ്റ് വൺ, altitude of communication satellite. Altitude mean the distance between satellite and earth. Okay, satellite orbit 3 different types ആയിട്ട് categorize ചെയ്യാം. Geostationary orbit, geo, medium earth orbit and low earth orbit. Okay. Satellite parameter second one, distance. The distance is from satellite to the furthest point of coverage area. ഓക്കെ, ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ആംഗിൾസ് അറിഞ്ഞിരിക്കണം, ഇലവേഷൻ ആംഗിൾ ആൻഡ് കവറേജ് ആംഗിൾ. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു r+h സൈൻ കവറേജ് ആംഗിൾ ബൈ കോസ് ഇലവേഷൻ ആംഗിൾ. സോ ഇലവേഷൻ ആൻഡ് കവറേജ് ആംഗിൾ എന്താണെന്ന് അറിയണ്ടേ? ഇലവേഷൻ ആംഗിൾ മീൻ സാറ്റലൈറ്റിലെ ആൻറ്റിനാന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബീം സ്റ്റേഷനിലെ ആൻറ്റിനാസിൽ റീച്ച് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് എലിവേഷൻ ആംഗിൾ. ഓക്കെ, ഇറ്റ് ഈസ് ദ ആംഗിൾ ഫ്രം ദ ഹൊറിസോണ്ടൽ ടു ദ point on the center of the main beam of antenna
when the antenna is pointed directly at the satellite. സാറ്റലൈറ്റ് മാക്സിമം കവറേജ് ഏരിയ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇലവേഷൻ ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കണം. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ, ഇതിൻ്റെ റീസൺസ് എന്താന്ന് നോക്കാം. Elevation angle is always greater than 0 because buildings, trees and other terrestrial objects that would block the line of sight. സാറ്റലൈറ്റും എർത്ത് സ്റ്റേഷൻ ആൻറ്റനസും ലൈൻ ഓഫ് സൈറ്റിലായിരിക്കണം. സോ ട്രീസ്, ബിൽഡിംഗ്, അതർ ടെറസ്ട്രിയൽ ഒബ്ജക്ട്സ് എല്ലാം ഈ ലൈൻ ഓഫ് സൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. സോ ഇലവേഷൻ ആംഗിൾ 0 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. Next one, atmospheric attenuation is greater at low elevation angle because the signal travels the atmosphere for longer distance the smaller the elevation angle. Next one, electrical noise generated by the earth heat near its surface adversely affects reception. Elevation angle reduce ചെയ്യുന്നതിനനുസരിച്ച് സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും ആൻഡ് എർത്ത് സർഫേസിനോട് കൂടുതൽ നിയർ ആയിട്ട് സിഗ്നൽസ് പാസ് ചെയ്യേണ്ടി വരും. സോ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഫോർ ഡൗൺ ലിങ്ക്സ് മിനിമം എലിവേഷൻ ആംഗിൾ ഈസ് 5 to 20 degree ആൻഡ് ഫോർ അപ്പ് ലിങ്ക്സ് ഇറ്റ് ഇസ് മിനിമം എലിവേഷൻ ആംഗിൾ ഈസ് 5 degree. ഓക്കെ, നെക്സ്റ്റ് വൺ, കവറേജ് ആംഗിൾ. കവറേജ് ആംഗിൾ മീൻ എർത്ത് സെൻറ്റർ ബേസ് ചെയ്ത് സാറ്റലൈറ്റ് ആൻഡ് എർത്ത് സ്റ്റേഷൻ ഫോം ചെയ്യുന്ന ആംഗിളാണ് കവറേജ് ആംഗിൾ. ഓക്കെ, ഇറ്റ് ഡിഫൈൻസ് എ സർക്കിൾ ഓൺ ദ എർത്ത് സർഫേസ് സെൻറ്റർഡ് ഓൺ ദ പോയിന്റ് ഡയറക്റ്റഡ് ബിലോ ദ സാറ്റലൈറ്റ്. തേർഡ്, സാറ്റലൈറ്റ് പാരാമീറ്റർ ഫ്രീക്വൻസി ബാൻഡ്. ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി റേഞ്ച് ആയിരിക്കും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. For mobile satellite service, it provides 1 to 2 GHz frequency range, and for fixed satellite service, it provides 4 to 8 GHz. For military application, it provides 8 to 12.5 GHz, and broadcast satellite service, it provides 12.5 to 18 GHz. Total 5.5 GHz bandwidth provide ചെയ്യുന്നുണ്ട്. Okay. The higher the frequency, the greater the effect of transmission impairments. Frequency increase ചെയ്യുന്നതിനനുസരിച്ച് transmission impairments ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആണ്. Okay, in mobile satellite service MMS, it use L and S band. So, and the main reason ഈ frequency rangeന് high penetrating power ആയിരിക്കും. And compared to downlink, uplink band always of higher frequency. Okay. Fourth satellite parameter is transmission impairments. The performance of a satellite link depends on 3 factors. First one, distance between the earth station antenna and satellite antenna. And second one, in the case of downlink, terrestrial distance between earth station antenna and the aim point of the satellite. Satellite in earth station like ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കായിരിക്കും ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യുക. സോ ആ ഒരു ഡിസ്റ്റൻസ്. ദെൻ തേർഡ് വൺ, അറ്റ്മോസ്ഫറിക് അറ്റനുവേഷൻ. ഓക്കെ, നെക്സ്റ്റ് സാറ്റലൈറ്റ് പാരാമീറ്റർ ഈസ് സാറ്റലൈറ്റ് ഫുട് പ്രിൻറ്റ്. ഇൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഹൈലി ഡയറക്ഷണൽ ആൻറ്റിനാസ് യൂസ് ചെയ്ത് മൈക്രോവേവ് ഫ്രീക്വൻസിയാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം സാറ്റലൈറ്റ് എർത്തിലേക്കുള്ള എല്ലാ ട്രാൻസ്മിഷനും, ദാറ്റ് മീൻ ബ്രോഡ്കാസ്റ്റിംഗ് എല്ലാം ഐസോട്രോപ്പിക്കൽ ആയിരിക്കില്ല. ഐസോട്രോപ്പിക്കൽ മീൻ സിമിലർ ആയിരിക്കില്ല. എർത്തിൽ കവർ ചെയ്യേണ്ട ഒരു ഏരിയയിൽ ഒരു സ്പെസിഫിക് പോയിന്റിലോട്ടായിരിക്കും സാറ്റലൈറ്റ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ ആ സെൻട്രൽ പോയിന്റ്, ആ ഏരിയയുടെ സെൻട്രൽ പോയിന്റിലേക്കായിരിക്കും ഹയസ്റ്റ് റേഡിയേറ്റഡ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, microwave frequencies which are used in satellite communication, highly directional antennas are used. The signal from a satellite is not isotropically broadcast but is aimed at a specific point on the earth depending on which area of coverage is desired. The center point of that area will receive the highest radiated power, and the power drops off
you move away from the center point in any direction. Okay, this effective typically displayed in a pattern known as satellite footprint. Okay, last satellite parameter is atmospheric attenuation. എന്താണ് attenuation? സിഗ്നൽസ് ലോസ് ആവുക അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആവുന്നതിനെയാണ് അറ്റനുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രൈമറി കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് അറ്റനുവേഷൻസ് ആർ ഓക്സിജൻ വിച്ച് ഈസ് ഓഫ് കോഴ്സ് ഓൾവേസ് പ്രസൻറ്റ് ആൻഡ് വാട്ടർ. ഹ്യൂമിഡ് എയറിൽ വാട്ടർ പ്രസൻറ്റ് സിഗ്നൽ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. വാട്ടർ പ്രസൻറ്റ് മീൻ ഫോഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ റെയിൻ ആയിരിക്കാം. എനിവേ വാട്ടർ പ്രസൻറ്റ് ട്രാൻസ്മിഷൻ സിഗ്നൽസിൻ്റെ strength reduce ചെയ്യും. Another factor that affect attenuation is the angle of elevation of the satellite from the earth station. The smaller the angle of elevation, the more of the atmosphere that the signal must travel through. Elevation angle small ആവുന്നതിനനുസരിച്ച് സാറ്റലൈറ്റും എർത്ത് സ്റ്റേഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. സോ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സിഗ്നൽസിൽ ലോസ് ഉണ്ടാവാം. നിയർ എർത്ത് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എർത്തിലെ ഹീറ്റ് സിഗ്നൽസിന് ഡിസ്റ്റോർട്ടഡ് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഫൈനലി അറ്റ്മോസ്ഫിയറിക് അറ്റനുവേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. ഇൻ ജനറൽ ദ ഹയർ ദ ഫ്രീക്വൻസി ദ ഗ്രേറ്റർ ദ ഇഫക്റ്റ്. ഹയർ ഫ്രീക്വൻസിയിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് ലെസ് signal loss data is transmit. Okay, so these are the satellite parameters. And next topic is satellite configuration. In satellite communication system, there are two types of configuration: point-to-point link and broadcast link. In point-to-point link configuration, two distant ground-based antennas, that means two earth station ഉണ്ടായിരിക്കും. One earth station transmitter ആയിട്ടും other earth station receiver ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഒരു സാറ്റലൈറ്റ് ആൻറ്റിന ഉണ്ടായിരിക്കും. സോ ട്രാൻസ്മിറ്റർ ആൻറ്റിനാസിലേക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യും. സാറ്റലൈറ്റ് ആൻറ്റിന റിസീവർ സ്റ്റേഷനിലേക്ക് അത് റീട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. So point-to-point link configuration is one-way communication. The satellite is being used to provide a point-to-point link between two distant ground-based antennas. Second one, broadcast link. In broadcast link configuration, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും and multiple number of receivers. സോ ഈ ട്രാൻസ്മിറ്റർ സാറ്റലൈറ്റിലേക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യും. സാറ്റലൈറ്റ് ആ ഡാറ്റാസ് മൾട്ടിപ്പിൾ റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഈസ് ഓൾസോ പ്രൊവൈഡ് one-way communication. The satellite provides communications between one ground-based transmitter and a number of ground-based receivers. TV ചാനൽസ് എല്ലാം ഷെയർ ചെയ്യാൻ, ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റ് ലിങ്ക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വിസാറ്റ് കോൺഫിഗറേഷൻ. ബ്രോഡ്കാസ്റ്റ് ലിങ്ക് കോൺഫിഗറേഷനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരും. one-way കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് two-way കമ്മ്യൂണിക്കേഷൻ ആക്കുന്നതാണ് വിസാറ്റ് കോൺഫിഗറേഷൻ. വിസാറ്റ് മീൻ വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ സിസ്റ്റം. ഓക്കെ, ഇതാണ് വിസാറ്റ് കോൺഫിഗറേഷൻ. ഇൻ വിസാറ്റ് കോൺഫിഗറേഷൻ there is one central hub and there are multiple number of remote stations. Okay, this is example for two-way communication among earth stations with one central hub and many remote stations. In central system or central hub system, high power transmitter ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. but in remote station or subscriber station, low cost VSAT antennas ആണ് യൂസ് ചെയ്യുന്നത്. Okay, subscriber stations are equipped with low cost VSAT antennas. Central hub system സാറ്റലൈറ്റ് യൂസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിലേക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. ആൻഡ് സബ്സ്ക്രൈബേഴ്സിന് ഈ സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്തുകൊണ്ട്
സെൻട്രൽ ഹബ് സിസ്റ്റത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് പ്രൊവൈഡ് two-way communication. These stations share a satellite transmission capacity for transmission to a hub station, and the hub station can exchange messages with each of the subscribers and can relay messages between subscribers. Okay, so this is VSAT configuration. Okay, thank you.